നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഴക്കാലപൂർവ്വ രോഗങ്ങളെ തടയാൻ ജില്ലയിലെങ്ങും ശുചീകരണ പ്രവർത്തനങ്ങൾ. കളക്ടറേറ്റിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെ സജീവ സാന്നിധ്യം. നാടിന്റെ ഐക്യത്തിനായി ജനങ്ങൾ കൈകോർത്തു. സേവ് മൊഗ്രാൽ പുത്തൂരിനായി നാട്ടുകാർ മനുഷ്യചങ്ങല തീർത്തു. നഗരസഭയുടെ പദ്ധതികൾക്ക് രൂപരേഖയായി പഞ്ചവത്സര ജനറൽ ബോഡി യോഗത്തിലാണ് പദ്ധതി തയ്യാറാക്കിയത്. മന്ത്രി ഇ ചന്ദ്രശേഖരന് നേരെയുണ്ടായ അക്രമം, ഒരാൾ കൂടി അറസ്റ്റിലായത് മാവുങ്കാലിലെ പ്രദീപൻ. കൊടക്കാട് പാടിക്കീൽ സ്കൂളിൽ ക്ലാസുകൾ സ്മാർട്ടായി. വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള പദ്ധതിക്ക് സാർവത്രിക അംഗീകാരം. ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിൽ വീണില്ല. ഉദുമയിലെ പരാജയ കാരണം തിരിച്ചറിഞ്ഞ് കോൺഗ്രസ്. മാനദണ്ഡം പാലിക്കാതെ സ്ഥലം മാറ്റം, പ്രതിഷേധവുമായി NGO അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. ജില്ലയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കളക്ടറേറ്റിന് മുൻപിൽ ജില്ലാ കളക്ടർ ഇ ദേവദാസൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്ഥാപന മേധാവികളും ജീവനക്കാരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. മഴക്കാലം ആരംഭിക്കുന്നതോടെ പകർച്ചവ്യാധികൾ പിടിപെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുന്ന ഈ കാലയളവിൽ പരിസര ശുചീകരണം എന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിനടുത്തുള്ള കെട്ടിക്കിടക്കുന്ന മലിനജലമടക്കമുള്ളവ നീക്കം ചെയ്തു. മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ കൊതുകുകൾ പെറ്റുപെരുകുന്നത് ഡെങ്കിപ്പനി പോലുള്ള മാരകരോഗങ്ങൾ വരുത്തിവെക്കും. ജില്ലയെ മാലിന്യവിമുക്തമാക്കി മഴക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ശുചീകരണം ആവശ്യമായി മാറിയിരിക്കുകയാണ്. പാഴ്ചെടികളും പുല്ലും മറ്റു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കിയതോടെ കളക്ടറേറ്റ് പരിസരം പൂർണ്ണമായി ക്ലീനായി. കളക്ടറേറ്റ് പരിസരത്ത് നടന്ന ശുചീകരണ പ്രവർത്തനത്തിന് ഫൈനാൻസ് ഓഫീസർ EP രാജ്മോഹനൻ, അബ്ദുൽ മജീദ് ചെമ്പരിക്ക, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സാമൂഹ്യദ്രോഹികളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ മൊഗ്രാൽ പുത്തൂറുകാർ സർവം മറന്ന് ഒന്നിക്കുന്നു. നാടിന്റെ സമാധാനം തകർക്കുന്നവർക്കെതിരെ വെള്ളിയാഴ്ച നാട്ടുകാരുടെ നേതൃത്വത്തിൽ മനുഷ്യചങ്ങല തീർത്തു. നാടിന്റെ സമാധാനം തകർത്തുകൊണ്ട് കഞ്ചാവ് മാഫിയകളും സാമൂഹ്യദ്രോഹികളും അഴിഞ്ഞാടുന്ന സാഹചര്യത്തിലാണ് മതവും ജാതിയും രാഷ്ട്രീയവും മറന്ന് മൊഗ്രാൽ പുത്തൂരുകാർ തിന്മകൾക്കെതിരെ കൈകോർക്കുന്നത്. സമാധാനവും സാഹോദര്യവും മുഖമുദ്രയായിരുന്ന മൊഗ്രാൽ പുത്തൂരിൽ ഈ അടുത്ത കാലത്താണ് മാഫിയകളും ഗുണ്ടകളും അഴിഞ്ഞാടാൻ തുടങ്ങിയത്. ഇവർക്കെതിരെ നാട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നിരവധി പ്രതിഷേധ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വെള്ളിയാഴ്ച മനുഷ്യചങ്ങല തീർത്തത്. സേവ് മൊഗ്രാൽ പുത്തൂർ എന്ന മുദ്രാവാക്യമുയർത്തി മൊഗ്രാൽ പുത്തൂർ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മനുഷ്യചങ്ങലയിൽ നിരവധി പേർ കൈകോർത്തു. വിവിധ സംഘടനാ ഭാരവാഹികൾ PB അബ്ദുൾ റഹ്മാൻ, SP സലാഹുദ്ദീൻ, റഹീം നെക്കര, മഹ്മൂദ് ബള്ളൂർ, P ഇസ്മായിൽ ഹാജി, സിദ്ദിഖ് ബേക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് നഗരസഭ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ജനറൽ ബോഡി യോഗം നടന്നു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് കാസർഗോഡ് ജില്ല ഇത്തവണ പോലെ വരൾച്ച വന്നൊരു കാലം ഉണ്ടായിട്ടില്ല. ഒരുപാട് നമ്മൾ പ്രയാസപ്പെട്ടു. പ്രത്യേകിച്ച് ഹിൽ ഏരിയകളിൽ, മലയോര മേഖലയിൽ കാസർഗോഡ് പോലെ തന്നെ കുടിവെള്ളക്ഷാമം കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടി. വരൾച്ച കൊണ്ട്, ജലക്ഷാമം കൊണ്ട് നമ്മൾ പ്രയാസം അനുഭവിച്ചു. ജില്ലാ പഞ്ചായത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കൂടിയാലോചന നടത്തി. 18-ാം തീയതി ഇതേ ഹാളിൽ കാസർഗോഡ് ജില്ല അനുഭവിക്കുന്ന വരൾച്ചയെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള സുദീർഘമായി ജില്ലക്കകത്തും പുറത്തുമുള്ള പ്രഗത്ഭരായ ഫാക്കൽറ്റികളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഒരു ഏകദിന ശില്പശാല നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. 12ാം പഞ്ചവത്സര പദ്ധതിയിൽ 2016-2017 വർഷത്തിൽ ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം ചേർന്നത്. മുൻ നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ സെക്രട്ടറി KP വിനയൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ LA മഹമ്മൂദ് ഹാജി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KM അബ്ദുൾ റഹ്മാൻ, സമീന മുജീബ്, VM മുനീർ, മിസ്രിയ ഹമീദ്, P രമേശ്, ദിനേശ്, PT ബാബു, നന്ദകുമാർ, നൈമുനിസ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.
മന്ത്രി ഇ ചന്ദ്രശേഖരനെ ആക്രമിച്ച കേസിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. മാവുങ്കാലിലെ പ്രദീപിനെയാണ് അറസ്റ്റ് ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസമായ മെയ് 19-ന് വോട്ടർമാരോട് നന്ദി പറയാൻ തുറന്ന വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇ ചന്ദ്രശേഖരനെ ഒരു സംഘം BJP-ക്കാരാണ് ആക്രമിച്ചത്. മാവുങ്കാലിൽ വെച്ചായിരുന്നു സംഭവം. അതേ വാഹനത്തിലുണ്ടായിരുന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ AK നാരായണൻ, നീലേശ്വരം ഏരിയ സെക്രട്ടറി TK രവി, CPI നേതാവ് T കൃഷ്ണൻ എന്നിവർക്കും പരിക്കേറ്റിരുന്നു. BJP-ക്കാർക്ക് അക്രമത്തിൽ പങ്കില്ലെന്ന് ജില്ലാ നേതൃത്വം പ്രസ്താവിച്ചിരുന്നുവെങ്കിലും മാവുങ്കാലിലെ CCTV ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ തോളെല്ലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ചന്ദ്രശേഖരൻ ഇപ്പോഴും ബാൻഡേജ് ഇട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. BJP അനുഭാവികളായ 8 പേരെ കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. ഹോസ്ദുർഗ് പോലീസാണ് പ്രദീപിനെ അറസ്റ്റ് ചെയ്തത്. പാടിക്കൽ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ ഇനി സ്മാർട്ട് ക്ലാസ് മുറികളിൽ ഇംഗ്ലീഷ് പഠിക്കും. ഇംഗ്ലീഷ് പഠനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ക്ലാസ് മുറികൾ ഒരുക്കിയിരിക്കുന്നത്. സ്മാർട്ട് ക്ലാസ് റൂം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ തരത്തിലും സമ്പൂർണ്ണ വികാസം പ്രാപിച്ച മനുഷ്യൻ. പുതിയ കാലത്താണെങ്കിൽ ഇത് നവീന ശാസ്ത്രീയ യുഗമാണ്, IT യുഗമാണ്, കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ തന്നാൽ എന്തെല്ലാം കളിക്കുന്നതല്ലേ. അച്ഛനമ്മമാർക്ക് നമ്മുടെ തലമുറക്ക് അങ്ങോട്ട് വിളിക്കാനും ഇങ്ങോട്ട് എടുക്കാനും വലിയൊരു മെസ്സേജ് അയക്കാനും നിങ്ങളുടെ കയ്യിൽ കിട്ടിയ നിങ്ങൾ വിസ്മയങ്ങൾ തീർക്കും. അതിന്റെ എല്ലാ സങ്കേതങ്ങളും നിങ്ങൾക്കറിയാം. നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ അല്ലേ കയറി പോകുന്ന വഴി അറിയില്ലാവോ. ഇതിന്റെ എല്ലാം അപകടകരമായ സങ്കേതങ്ങളുണ്ട്. അത് കുറെ കാര്യം. അത് അമ്മമാർ ജാഗ്രതയും അച്ഛനമ്മമാർ ജാഗ്രതയും അത് സൂക്ഷിക്കണം. കുഞ്ഞുങ്ങളെ ഏത് വഴിക്കൂട്ടാൻ പോകുന്നു നോക്കിയേക്കണം. പക്ഷേ അതിനേക്കാളേറെ ദോഷത്തെക്കാളേറെ ഗുണമാണ്. K ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയം നടപ്പിലാക്കുന്ന ഈസി ഇംഗ്ലീഷ് പദ്ധതി മുൻ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. പാഠപുസ്തക വിതരണം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TM സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. V ദാമോദരൻ, P സ്മിത, CV നാരായണൻ, K കൃഷ്ണൻ മാസ്റ്റർ, പാവൂർ കൃഷ്ണൻ, M വിജയൻ, KV നളിനി തുടങ്ങിയവർ സംസാരിച്ചു. ഉദുമയിലെ K സുധാകരന്റെ പരാജയത്തിന് കാരണം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതാണെന്ന് DCC യോഗത്തിൽ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം നടന്ന DCC ഭാരവാഹികളുടെ യോഗത്തിലാണ് ഈ വിലയിരുത്തൽ. ഉദുമയിൽ വ്യാപകമായ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമായതും പരാജയത്തിന്റെ പ്രധാന കാരണമായതായാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. BJPയുടെ കുറെ വോട്ടുകളും ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉദുമ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി K കുഞ്ഞിരാമന്റെ ഭൂരിപക്ഷം നന്നേ കുറക്കാൻ കഴിഞ്ഞു. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ ചെമ്മനാട്ട് ലീഗിതര മുസ്ലിം വോട്ടുകളിൽ വൻ ചോർച്ചയാണ് ഉണ്ടായിരുന്നത്. DCC പ്രസിഡന്റ് CK ശ്രീധരൻ ഫലം വന്ന ഉടനെ ഇവിടുത്തെ പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് പരാജയ കാരണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് മുസ്ലിം ലീഗ് നേതാവ് MC കമറുദ്ദീൻ ഇതിന് ശക്തമായ ഭാഷയിൽ മറുപടി നൽകി. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ പുല്ലൂർ, പെരിയ പോലുള്ള സ്ഥലങ്ങളിൽ K സുധാകരന് ലഭിച്ച വോട്ട് വിഹിതം നന്നേ കുറവായതാണ് പരാജയ കാരണമെന്നായിരുന്നു കമറുദ്ദീൻ അഭിപ്രായപ്പെട്ടത്. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ DCC യോഗ തീരുമാനം ഇരു പാർട്ടികളിലും വൻ പ്രതിഷേധത്തിനാണ് വഴിവെക്കുക. ന്യൂസ് ഡെസ്ക് KCN. ജില്ലാ മെഡിക്കൽ ഓഫീസിലെ NGO അസോസിയേഷൻ നേതാക്കളെ സ്ഥലം മാറ്റി. മാനദണ്ഡങ്ങൾ ലംഘിച്ചു സ്ഥലം മാറ്റിയെന്നാരോപിച്ച് NGO അസോസിയേഷൻ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ഭരണമാറ്റത്തിന്റെ മറവിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ NGO അസോസിയേഷൻ നേതാക്കളായ AV രാജഗോപാലൻ, അശോക് കുമാർ, ബ്രിജേഷ് പൈനി എന്നിവരെ സ്ഥലം മാറ്റിയെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. അന്യായമായ സ്ഥലമാറ്റത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാനാണ് NGO അസോസിയേഷൻ നേതാക്കളുടെ തീരുമാനം. സ്ഥലം മാറ്റ നടപടിയിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഇവിടെ നിങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു കളയാമെന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ അത് അനുഭവിച്ചു തരാൻ കേരളത്തിലെ NGOs തയ്യാറല്ല. തീക്ഷണമായ സമരങ്ങളിലൂടെ നിങ്ങളുടെ അധികാരിവർഗത്തിന്റെ അടിച്ചമർത്തലുകളൊക്കെ ഭേദിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സർവീസ് സംഘടനയായി മാറിയ പ്രസ്ഥാനമാണ് കേരള NGO അസോസിയേഷൻ. എവിടത്തേക്ക് സ്ഥലം മാറ്റിയാലും ഞങ്ങൾ അവിടെ പോയി പ്രവർത്തിക്കാൻ തയ്യാറാണ്. അവിടെ വർദ്ധിത വീര്യത്തോടുകൂടി ഞങ്ങൾ എവിടത്തേക്ക് സ്ഥലം മാറ്റി അവിടെ പോയി ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം തുടരും. സംഘടന കൂടുതൽ കരുത്താർജിക്കുക മാത്രമേ ചെയ്യുന്ന
ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ നടന്ന പ്രകടനത്തിന് ജില്ലാ പ്രസിഡന്റ് പി ദാമോദരൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി വി രമേശൻ, എം പി കുഞ്ഞുമൊയ്തീൻ, ജില്ലാ സെക്രട്ടറി സുരേഷ് പെരിയങ്ങാനം, പി വി ദാമോദരൻ, സുരേഷ് കൊട്ടച്ചാൽ, ലോകേഷ് എം ബി ആചാർ, എം ശ്രീനിവാസൻ, നികേഷ് കുമാർ, കെ ആസ്മ, പി വത്സല തുടങ്ങിയവർ നേതൃത്വമേകി. ചെമ്പരിക്ക ഖാസിയുടെ ദുരൂഹ മരണം അനിശ്ചിതകാല സമരം 35ാം ദിവസത്തിലേക്ക് കടന്നു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അനിശ്ചിതകാല സമരം. ചെമ്പരിക്ക ഖാസി CM അബ്ദുല്ല മൗലവിയുടെ ദുരൂഹ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഖാസിയുടെ ബന്ധുക്കളും ജനകീയ ആക്ഷൻ കമ്മിറ്റിയും സംയുക്തമായാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. 2010 ഫെബ്രുവരി 15-ന് കീഴൂർ കടപ്പുറത്താണ് ഖാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലോക്കൽ പോലീസ് അന്വേഷിച്ചുവെങ്കിലും മരണത്തിൽ ദുരൂഹതയൊന്നുമില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് ഖാസിയുടെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ചത്. കോടതി നിർദ്ദേശിച്ച പ്രകാരം CBI സംഘം കേസ് അന്വേഷിച്ചുവെങ്കിലും അസ്വാഭാവിക മരണമെന്ന റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പുതിയ സംഘത്തെക്കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചു. പുതിയൊരു സംഘം കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഖാസിയുടെ കുടുംബം അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. ചെർക്കള മാർത്തോമ കോളേജ് മാഗസിൻ റിലീസും ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് വിതരണവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. രക്ഷിതാക്കളും അധ്യാപകരും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ചെർക്കള മാർത്തോമ കോളേജ് വിദ്യാർത്ഥികളുടെ മാഗസിൻ പ്രകാശനം കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഫാത്തിമ ഷെറിന് നൽകിക്കൊണ്ട് റെവറൻഡ് ഡോക്ടർ ജോസഫ് തോമ മെട്രോപൊളിറ്റൻ ആണ് നിർവഹിച്ചത്. സമൂഹ നന്മയ്ക്കു വേണ്ടിയുള്ള പോരാട്ടവും ത്യാഗവുമായിരിക്കണം വിദ്യാഭ്യാസമെന്ന് അദ്ദേഹം പറഞ്ഞു. മുൻ മന്ത്രി CT അഹമ്മദ് അലി, മുൻ MLA CH കുഞ്ഞമ്പു, AG മാത്യു, പ്രൊഫസർ ഡോക്ടർ എമോ കോശി, പ്രിൻസിപ്പൽ പ്രൊഫസർ ജേക്കബ് മാത്യു, മാർത്തോമ ഡയറക്ടർ രാജു ഫിലിപ്പ്, ജേക്കബ് ജോൺ, PTA സെക്രട്ടറി ഷെരീഫ് കാപ്പിൽ, MG ത്രേസ്യാമ തുടങ്ങിയവർ സംസാരിച്ചു. ബെസ്റ്റ് സ്റ്റുഡൻസ് അവാർഡിന് അർഹരായ ഫാത്തിമ ഷെറിൻ കാപ്പിൽ, രഞ്ജു ചെറിയാൻ, AT ദേവരാജ്, K നിത്യ എന്നിവർക്ക് റെവറൻഡ് ഡോക്ടർ ജോസഫ് മാർത്തോമ മെട്രോപൊളിറ്റൻ പുരസ്കാരം സമ്മാനിച്ചു. നീലേശ്വരം ഓർച്ച ജവഹ ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം തുടങ്ങി. പരിശീലനം 1 മാസക്കാലം നീണ്ടു നിൽക്കും. നീലേശ്വരം കാവിൽ ഭവൻ യോഗ നാച്ചുറോപ്പതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് സൗജന്യ യോഗ പരിശീലനം നടത്തുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിലാണ് പരിശീലനം ആരംഭിച്ചത്. 1 മാസം നീണ്ടു നിൽക്കും. പരിശീലന ക്ലാസ്സിൽ MK ശ്യാംകുമാർ, കുഞ്ഞികൃഷ്ണൻ എന്നിവർ യോഗയുടെ പ്രാധാന്യം വിശദീകരിച്ചു. ഒരേ സമയത്ത് രാവിലെ 7 മണി മുതൽ 7:23 വരെ സെക്കൻഡ് നേരം നിന്ന് യോഗ പ്രദർശനം നടത്തുകയുണ്ടായി. ഇന്നത് മാറി ഈ വരുന്ന ജൂൺ 21-ാം തീയതി 1 മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന യോഗ പരിശീലന പദ്ധതിയാണ് മെയ് 21. കാവിൽ ഭവൻ ട്രസ്റ്റ് ചെയർമാൻ P രാമചന്ദ്രൻ സംബന്ധിച്ചു. ജവഹർ ക്ലബ്ബ് പ്രസിഡന്റ് PV ഗോപി സ്വാഗതവും M രാജേഷ് നന്ദിയും പറഞ്ഞു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ട് പ്രകടനം നടത്തി. CITUവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർധനയ്ക്കു പിന്നാലെ സബ്സിഡിയില്ലാത്ത പാചകവാത സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നത്. LPG സിലിണ്ടർ ഒന്നിന് 21 രൂപയാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. വിലവർധനവിൽ പ്രതിഷേധിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രകടനം നടന്നു. പ്രകാശൻ പുല്ലൂർ അധ്യക്ഷനായി. T രാഘവൻ, കാറ്റാടിക്കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ ക്രൂരമായ രീതിയിലാണ് ഓരോ വിലവർധനവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പെട്രോളിൻ്റെ വില നിർണ്ണയാധികാരം സ്വകാര്യ പെട്രോളിയം കമ്പനികൾക്ക് നൽകിയപ്പം അതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്ന കൂട്ടത്തിൽ BJPയും അതുപോലെ തന്നെ BMSകാരടക്കമുണ്ടായിരുന്നു. എന്നാൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഡീസലിൻ്റെ വില നിർണ്ണയാധികാരവും സ്വകാര്യ കുത്തക കമ്പനികൾക്ക് കൊടുക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കും. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പുതിയ കോട്ടയിൽ സമാപിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും ക്രസ്റ്റ് ആൻഡ് ക്രാഫ്റ്റ് കമ്പനിയുടെയും നേതൃത്വത്തിൽ കേക്ക് ഡെക്കറേഷൻ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിലായിരുന്നു ക്ലാസ് നടന്നത്.
ബേക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും ക്രിസ്ത്യൻ ക്ലബ് കമ്പനിയുടെയും നേതൃത്വത്തിലായിരുന്നു കേക്ക് ഡെക്കറേഷൻ പരിശീലന ക്ലാസ് നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ട ജോലിയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിങ്ങൾ നിർവഹിക്കും എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വളരെ പ്രധാനമാണ്. ബേക്കറിയുടെ സമയത്ത് കേക്കാണ് വളരെ നിങ്ങളുടെ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനം. എ രാജീവൻ അധ്യക്ഷനായി. ബേക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി അംബുരാജ്, കെ ആർ ബൽരാജ്, നൌഷ് എം ഇന തുടങ്ങിയവർ സംസാരിച്ചു. അനീഷ് ചന്ദ്രൻ പരിശീലന ക്ലാസ് കൈകാര്യം ചെയ്തു. ഷിജുക്കുട്ടൻ ശുചീകരണത്തെക്കുറിച്ച് സംസാരിച്ചു. മടിക്കൈ കാഞ്ഞിരപ്പൊയിലിൽ സോപാനം അഗ്രികൾച്ചറൽ സെന്റർ പ്രവർത്തനം തുടങ്ങി. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. അത് വലിയ വിഷമാണ്. കീടനാശിനി ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായി നമുക്ക് പോകാൻ വേണ്ടി കഴിയും. മടിക്കയിലെ മഹാഭൂരിപക്ഷം കൃഷിക്കാരും ഏകദേശം ഇപ്പോൾ കീടനാശിനി പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. രാസവളം ആ രീതിയിൽ പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ രാസവളം ഘട്ടം ഘട്ടമായി മാത്രമേ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ രാസവളം ഘട്ടം ഘട്ടം ഒഴിവാക്കിക്കൊണ്ട് കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ശ്രീ കൃഷ്ണൻ അടക്കം ഇവിടെയുള്ള നഴ്സറിയും അതുപോലെ തന്നെ മറ്റേ അദ്ദേഹത്തിൻ്റെ കൃഷിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ പഞ്ചായത്ത് തലത്തിൽ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ പറഞ്ഞു. പഞ്ചായത്ത് വാർഡംഗം കെ പ്രമീള അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരപ്പൊയിലെ കൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള ജൈവ കൃഷിത്തോട്ടം കേന്ദ്രീകരിച്ചാണ് സോപാനം എന്ന പേരിൽ അഗ്രികൾച്ചറൽ സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കവുങ്ങ് ഇങ്ങനെ പല അവിടെ നിന്ന് വന്ന് ഈ മോയിത്നര കവുങ്ങ് അതേപോലെ ടിഷ്യൂ കൾച്ചർ വാഴത്തൈ ഇതെല്ലാം കൊണ്ട് നേരത്തെ ഇവിടെ പലപ്പോഴും വന്നിട്ട് ഞാൻ നട്ടുണ്ടാക്കി വിജയിച്ചിട്ടുണ്ട്. കൃഷി ഓഫീസർ രമേശൻ, പഞ്ചായത്ത് അംഗം എം അബ്ദുൾ റഹ്മാൻ, എ വി നാരായണൻ, മുരളീധരൻ നായർ, എ കെ തങ്കരാജൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. കെ ഉണ്ണി സ്വാഗതവും എം രാജൻ നന്ദിയും പറഞ്ഞു. ആദ്യ മഴയിൽ തന്നെ കാഞ്ഞങ്ങാട് നഗരത്തിലെ മിക്കയിടത്തും കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. റോഡ് വികസനത്തിനായി മണ്ണ് നീക്കം ചെയ്ത സ്ഥലങ്ങളിലാണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ആദ്യ മഴയിൽ തന്നെ കാഞ്ഞങ്ങാട് നഗരത്തിന്റെ മിക്കയിടത്തും കുഴികൾ രൂപപ്പെട്ട നിലയിലാണ്. റോഡ് വികസനത്തിനായി മരങ്ങൾ മുറിച്ച് നീക്കിയിടങ്ങളിലും കുഴികൾ വാവിളർന്നു കിടക്കുകയാണ്. കാഞ്ഞങ്ങാട് നഗരത്തിൽ ചന്ദ്രഗിരി പാണത്തൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ നിർത്തിയിടുന്ന ഇടങ്ങളിലാണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. മഴ കനക്കുന്നതോടെ കുഴികൾ വികസിക്കാനും സാധ്യതയുണ്ട്. മഴവെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടാൽ അപകട സാധ്യത വർദ്ധിക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കുഴികൾ നീക്കാൻ നടപടിയില്ലെങ്കിൽ നഗരത്തിലെത്തുന്ന യാത്രികർ അപകടത്തിൽപ്പെടാനും സാധ്യതയേറെയാണ്. കുഴികൾ നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ക്യാമറമാൻ ദിനേശോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാല പൂർവ്വ രോഗങ്ങളെ തടയാൻ ജില്ലയിലെങ്ങും ശുചീകരണ പ്രവർത്തനങ്ങൾ. കളക്ടറേറ്റിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെ സജീവ സാന്നിധ്യം. നാടിന്റെ ഐക്യത്തിനായി ജനങ്ങൾ കൈകോർത്തു. സേവ് മൊഗ്രാൽ പുത്തൂരിനായി നാട്ടുകാർ മനുഷ്യചങ്ങല തീർത്തു. നഗരസഭയുടെ പദ്ധതികൾക്ക് രൂപരേഖയായി പഞ്ചവത്സര ജനറൽ ബോഡി യോഗത്തിലാണ് പദ്ധതി തയ്യാറാക്കിയത്. മന്ത്രി ഇ ചന്ദ്രശേഖരന് നേരെയുണ്ടായ അക്രമം, ഒരാൾ കൂടി അറസ്റ്റിലായത് മാവുങ്കാലിലെ പ്രദീപൻ. കൊടക്കാട് പാടിക്കീൽ സ്കൂളിൽ ക്ലാസുകൾ സ്മാർട്ടായി. വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള പദ്ധതിക്ക് സാർവത്രിക അംഗീകാരം. ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിൽ വീണില്ല. ഉദുമയിലെ പരാജയ കാരണം തിരിച്ചറിഞ്ഞ് കോൺഗ്രസ്. മാനദണ്ഡം പാലിക്കാതെ സ്ഥലം മാറ്റം, പ്രതിഷേധവുമായി NGO അസോസിയേഷൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.